വിന്നേഴ്സ് അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ഓഫ് മോർ ദാൻ 41 years ഇൻ ടീച്ചിങ് അക്കൗണ്ടൻസി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ +1 കൊമേഴ്സിലേക്ക് പുതിയതായി അഡ്മിഷൻ നേടിയവർക്ക് വേണ്ടിയുള്ള അക്കൗണ്ടിംഗ് ക്ലാസ്സിനെ പറ്റി സംസാരിച്ചു. അക്കൗണ്ടിംഗ് എന്നാൽ എന്ത്, ബിസിനസ് ട്രാൻസാക്ഷൻ എന്നാൽ എന്ത്, ബിസിനസ് ട്രാൻസാക്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചു: ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. Cash transaction means immediate payment or receipt of cash, but the payment or receipt of cash is postponed for a future date is called a credit transaction. ഇനി ഓരോ ട്രാൻസാക്ഷൻ, ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 aspects or 2 elements. One is debit aspect and other is credit aspect. തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിലെ 2 ആസ്പെക്റ്റിനെ എടുക്കുന്നു. അത് പേഴ്സണലാണോ, റിയൽ ആണോ, നോമിനൽ ആണോ എന്ന് തരംതിരിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തെ ഡെബിറ്റും ക്രെഡിറ്റും എഴുതുക. ഇപ്പോൾ പെയ്ഡ് റിസീവ്ഡ് എന്ന ട്രാൻസാക്ഷനിൽ എല്ലായ്പ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അതിലെ ഒരു ആസ്പെക്റ്റ് ക്യാഷ് ആയിരിക്കും. ക്രെഡിറ്റ് ട്രാൻസാക്ഷനിലെ ഒരു ആസ്പെക്റ്റ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും. വേജസ് പെയ്ഡ് എന്നൊരു ട്രാൻസാക്ഷൻ കണ്ടാൽ പെയ്ഡ് എന്ന പദം കണ്ടുകൊണ്ട് ഇറ്റ് ഈസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ അതിനകത്തെ 2 ആസ്പെക്റ്റ്, ഒന്ന് വേജസ് അക്കൗണ്ടും രണ്ടാമത്തത് ക്യാഷ് അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടും വേജസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടും ആകും. വ്യക്തികളോടോ സ്ഥാപനത്തിനോടോ ബന്ധപ്പെട്ട അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടും, സ്വത്തുക്കളുടെ അക്കൗണ്ട് റിയൽ അക്കൗണ്ടും, ചെലവുകളുടെയും വരവുകളുടെയും അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടും ആകുന്നു. ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് റിയലാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അസറ്റ്. വേജസ് എന്ന് പറയുന്നത് നോമിനലാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ഇനി റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ആസ്പെക്റ്റ്, ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഒന്ന് കമ്മീഷൻ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട്. വരവുകളുടെയും ചെലവുകളുടെയും അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. സാലറി പെയ്ഡ് ടു മാനേജർ എന്ന് പറഞ്ഞാൽ സാലറി പെയ്ഡ് ടു മാനേജർ എന്ന പദത്തിന് പ്രസക്തിയില്ല. സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ 2 ആസ്പെക്റ്റ്, ഒന്ന് സാലറി അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്, സാലറി അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം കുമാർ, അവിടെയും 2 ആസ്പെക്റ്റ്, ക്യാഷ് അക്കൗണ്ട് കുമാർ അക്കൗണ്ട്. കുമാർ അക്കൗണ്ട് വ്യക്തിയായതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000 എന്ന് പറയുമ്പോൾ 2 ആസ്പെക്റ്റ്, ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് വ്യക്തിയുടെയാണ്, അതുകൊണ്ടത് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. വ്യക്തികളുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിനെ പേഴ്സണൽ അക്കൗണ്ടെന്നും, സ്വത്തുക്കളുടെ അക്കൗണ്ടിനെ റിയൽ അക്കൗണ്ടെന്നും, വരവുകളുടെയും ചെലവുകളുടെയും അക്കൗണ്ടിനെ നോമിനൽ അക്കൗണ്ടെന്നും പറയുന്നു. റിയൽ അക്കൗണ്ട് മീൻസ് അസറ്റ്സ്. അസറ്റ്സ് മീൻസ് തിങ്സ് ആർ ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ളതാണ് ബിസിനസ്സിൻ്റെ അസറ്റ്. ബിസിനസ്സിൻ്റെ പേരിലുള്ളത്, ബിസിനസ്സിൻ്റെ കൈവശമുള്ളത്, ബിസിനസ്സിലേക്ക് കിട്ടാനുള്ളത്, ഇത് 3 അസറ്റ്. നമ്മളെ സംബന്ധിച്ചുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലുള്ള പണം, നമുക്ക് കിട്ടാനുള്ളത്, നമ്മുടെ പേരിലുള്ളത്, ഇത് 3 നമ്മുടെ സ്വത്താണ്, നമ്മുടെ അസറ്റാണ്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് വ്യാപാരം ആരംഭിച്ചു എന്ന് പറയുമ്പം വ്യാപാരത്തിൻ്റെ പെട്ടിയിൽ ക്യാഷ് വന്നത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. കൊണ്ടുവന്നത് വ്യക്തി ആയതുകൊണ്ട് അവനെ ക്രെഡിറ്റ് ചെയ്തു. നിയമം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഓവർ. റിയൽ അക്കൗണ്ടിൻ്റെ നിയമം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും റിയൽ അക്കൗണ്ടിൻ്റെയും നോമിനൽ അക്കൗണ്ടിൻ്റെയും നിയമം. പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, and credit what goes out.
debit all expense and losses and credit all incomes and gains. ഇത് ഡെബിറ്റും കിട്ടിയിരിക്കുന്നതിനുള്ള പഴയ നിയമമാണ്. പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ദ റിസീവർ ക്യാഷ് പെയ്ഡ് ടു കുമാറിന് കൊടുത്തു എന്ന് പറയുമ്പോൾ കുമാറാണ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത്. കുമാർ ഈസ് ദ റിസീവർ ഓഫ് ദി ക്യാഷ്. ദർഫോർ ആസ് പെർ ദ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ കുമാർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ക്യാഷ് കൊടുത്തുകൊണ്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് റിയൽ അക്കൗണ്ടിൻ്റെ നിയമം അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പോയതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ കുമാറിനെ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി വേജസ് പെയ്ഡ് കണ്ടാൽ വേജസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും വേജസ് നോമിനൽ, ക്യാഷ് റിയൽ. വേജസ് കൊടുത്തു എന്ന് പറയുമ്പോൾ കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷ് പോയി, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക, വേജസിനെ ഡെബിറ്റ് ചെയ്യുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സാധനം മേടിച്ച സാധനങ്ങൾ മുഴുവൻ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതും. റെഡി ക്യാഷ് കൊടുത്തതാണെങ്കിൽ ക്യാഷ് പോയി. അപ്പോൾ രണ്ട് ആസ്പെക്ട് പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ക്യാഷ് റിയൽ, പർച്ചേസ് നോമിനൽ. നോമിനൽ അക്കൗണ്ട് നിയമം അനുസരിച്ച് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആസ് പെർ ദ റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ദെൻ ക്യാഷ് സെയിൽസ് റെഡി ക്യാഷിന് സാധനം വിറ്റാൽ രണ്ട് ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. വിറ്റ സാധനം മുഴുവൻ സെയിൽസും വാങ്ങിയ സാധനം മുഴുവൻ പർച്ചേസും. അപ്പോൾ ക്യാഷ് വന്നു, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു, ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് റെഡി ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ മേടിച്ചാൽ രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ഫർണിച്ചർ അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടും. ബോത്ത് ആർ അസറ്റ്സ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന നിയമം അനുസരിച്ച് ഫർണിച്ചർ കംസ് ഇൻ ടു ദ ബിസിനസ്, ദെയർഫോർ ഫർണിച്ചർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ഫർണിച്ചറിന് ക്യാഷ് കൊടുത്തതുകൊണ്ട് ക്യാഷ് പോയി, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റഡ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റും. സോൾഡ് മിഷനറി വിറ്റു എന്ന് പറയുമ്പോൾ രണ്ടും അസറ്റാണ്, മിഷനറിയും ക്യാഷും. മിഷനറി പോയി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് വന്നു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, മിഷനറി അക്കൗണ്ട് ക്രെഡിറ്റ്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനിലെയും ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനകത്തെ ഒരു ആസ്പെക്റ്റ് ക്യാഷ് ആയിരിക്കും. ക്യാഷ് വന്നോ പോയോ എന്ന് നോക്കിയിട്ട് ക്യാഷിനെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷ് വരികയാണെങ്കിൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് പോവുകയാണെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി പേഴ്സണൽ അക്കൗണ്ടിൽ സ്വീകരിച്ചവനാണെങ്കിൽ അവനെ ഡെബിറ്റ് ചെയ്യുക, നൽകിയവനാണെങ്കിൽ ഗിവറാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യാം. നോമിനൽ അക്കൗണ്ടിലെ ചെലവുകളും വരവുകളും, ചെലവിനെ ഡെബിറ്റ് ചെയ്യുക, വരവിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ങനെ ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ടു ആസ്പെക്ട്സ്, ടു എലമെൻറ്റ്സ്. One is debit aspect and other is credit aspect. As per the rule of personal account, real account, nominal account അനുസരിച്ച് ഡെബിറ്റും കിട്ടും തിരിക്കുക. ഇതാണ് അക്കൗണ്ടൻസിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ നിയമം ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ടിൻ്റെ നിയമം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ നിയമം ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ഓർ ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ്. ഇതൊരു അടിസ്ഥാന നിയമമായിട്ട് അറിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനിലും രണ്ട് ആസ്പെക്റ്റിനെയും തിരഞ്ഞെടുത്തിട്ട് അതാത് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുക. അതാത് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് വിളിക്കുക. ഡെബിറ്റും ക്രെഡിറ്റും തിരഞ്ഞെടുത്തിട്ട് രേഖപ്പെടുത്തുന്നതാണ് ജേണൽ. ജേണൽ ഈസ് ദ ഫസ്റ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആദ്യമായി രേഖപ്പെടുത്തുന്ന ഡോക്യുമെൻറ്റിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണലിൻ്റെ അകത്തേക്ക് ട്രാൻസാക്ഷൻ എഴുതുന്ന പ്രക്രിയയ്ക്കാണ് ജേണലൈസിങ്. ജേണലൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ. ജേണലൈസിങ്ങിനെ പറ്റിയും പോസ്റ്റിങ്ങിനെ പറ്റിയും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.